കേരളത്തിന്റെ മക്കയാണ് തളങ്കര, അല്ലേ? നമ്മുടെ തലസ്ഥാന നഗരി അല്ലെങ്കിൽ കേരളത്തിന്റെ ഹൃദയഭാഗമാണ് തളങ്കര. അത് ഞാനല്ല, എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിഷയമാണ്. ഭാഗ്യവാനാണ് നമ്മൾ ഭാഗ്യവാന്മാരാണ് നമ്മൾ. ഈ പരിശുദ്ധമായ ഉറൂസിന് വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാഗ്യവാനാണ് നമ്മൾ, ഭാഗ്യവാന്മാരാണ്. മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യമുള്ള മണ്ണിൽ തെറ്റ് ചെയ്യുമ്പോൾ അത് അപകടമാണ്. അവരുടെ കുരുത്തക്കേട് തട്ടാനും സാധ്യതയുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ഇവരുടെ മണ്ണ് വളരെ മഹത്വവും ഒരുപാട് പ്രധാനവുമുള്ള മണ്ണായതുപോലെ ഈ മണ്ണിൽ വെച്ച് തെറ്റ് ചെയ്യാൻ നമ്മൾ ധൈര്യം കാണിക്കരുത്. ഈ മണ്ണിൽ വെച്ച് തിന്മ ചെയ്യാൻ നമ്മൾ ധൈര്യം കാണിക്കരുത്. ومن يعظم شعائر الله فإنه من تقوى القلوب فإنها من تقوى القلوب. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നത്, അല്ലാഹു ആദരിച്ചവരെ ആദരിക്കുന്നത്, അല്ലാഹു ആദരിച്ചവരെ ആദരിക്കുന്നത് അത് മുത്തഖീങ്ങൾക്ക് സാധിക്കുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഈ മണ്ണ് പവിത്രമാണ്, ഈ മണ്ണ് ധന്യമാണ്. എന്തിനേറെ പറയണം, ഇതിന്റെ തുടക്കം മുതൽ ഇന്നേ വരെ ലക്ഷോപലക്ഷം ആളുകൾ ദൈനംദിനം ഇവിടെ വന്നിട്ട് നിരന്തരമായി പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി യാസീൻ സൂറത്ത് ഇവിടെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും വിടതടവില്ലാതെ, ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ ഈ രാത്രി മുതൽ, രാവിലെ സുബ്ഹി നിസ്കാരം മുതൽ രാത്രി 1 മണി വരെ, 2 മണി വരെ, 3 മണി വരെ ഉറക്കില്ലാതെ ഊണില്ലാതെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ മണ്ണിൽ, മലായികങ്ങളുടെ സാന്നിധ്യമുള്ള മണ്ണിൽ, അല്ലാഹു സ്വർഗ്ഗത്തിന്റെ സദസ്സെന്ന് വിശേഷിപ്പിച്ച മണ്ണിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആഇനെ തട്ടിക്കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലാ. അല്ലാഹു നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി തരട്ടെ. വിഷയത്തിലേക്ക് കടക്കുകയാണ്. പൊതുപ്രവർത്തനം ഇസ്ലാം ഒരുപാട് പ്രോത്സാഹിപ്പിച്ച മേഖലയാണത്. സ്വന്തത്തെക്കാളും മറ്റൊരാൾക്ക് പ്രാധാന്യം നൽകണമെന്ന് പഠിപ്പിച്ച വഴിയാണ്. അതാണ് പരിശുദ്ധമായ ദീനിന്റെ രീതി. എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. ഞാൻ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് എന്റെ സഹോദരനും വേണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ ഞാൻ മുഅ്മിനല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ സുഹൃത്തിനും വേണം, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ചങ്ങാതിക്ക് വേണം, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ അയൽവാസിക്ക് വേണം, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ നാട്ടുകാരന് വേണം. എന്തൊക്കെയാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് എന്റെ അയൽവാസിക്കും എന്റെ ചങ്ങാതിമാർക്കും എന്റെ സഹോദരങ്ങൾക്കും വേണമെന്ന് ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും പരിപൂർണനായ മുഅ്മിനാവൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എനിക്കൊരു BMW വാങ്ങണം എന്ന പൂതിയുണ്ടെങ്കിൽ അതെന്റെ സുഹൃത്തിന് കിട്ടുമ്പോൾ അതിൽ ഞാൻ സന്തോഷിക്കണം. അപ്പൊ അസൂയ ഉണ്ടാവാൻ പാടില്ല. അവന്റെ വീട്ടിൽ ബെൻസ് ഉണ്ടല്ലോ, അവന്റെ വീട്ടിൽ വലിയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അത് ആ ഒരു അസൂയ ഉണ്ടാകുന്നതിന് പകരം അവൻ അല്ലാഹു നിഅമത്ത് നൽകുമ്പോൾ അതിൽ സംതൃപ്തരാവാനും അതിൽ സന്തോഷിക്കാനും നമ്മൾക്ക് കഴിയണം. അപ്പോഴാണ് പരിപൂർണനായ ഒരു മുഅ്മിനായി നമ്മൾ മാറുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റുള്ളവന്റെ സുഖങ്ങളിൽ അസൂയ തോന്നാൻ പാടില്ല. അതൊരു മുഅ്മിനിന്റെ ലക്ഷണമല്ല. മുഅ്മിനായി മാറാൻ, യഥാർത്ഥ മുഅ്മിനായി സത്യവിശ്വാസിയായി മാറാൻ സ്വന്തത്തെക്കാളും പ്രാധാന്യം നമ്മുടെ മറ്റുള്ള സഹോദരങ്ങൾക്കാണ് നമ്മൾ നൽകേണ്ടത്. അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തം നൽകി. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹു നമ്മളെ എല്ലാ ആളുകളെയും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് പ്രതിനിധികളായിട്ടാണ്. ഓരോ ആളുകൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. മാ മിൻ അബ്ദി യസ്തർഈഹില്ലാ. അല്ലാഹു ഒരാൾക്കൊരു ഉത്തരവാദിത്തം നൽകിയാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ ദൗത്യമുണ്ട്. ആരും അതിൽ നിന്ന് വിമുക്തരല്ല, ആരും അതിൽ നിന്ന് മുക്തരല്ല. എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അർറജുലു റാഇൻ ഫീ ബൈതിഹി, ഒരു വീടിന്റെ ഭരണാധികാരിയാണ് ആ വീട്ടിലെ പിതാവ്. ഉപ്പയില്ലെങ്കിലോ ആ വീടിന്റെ ഭരണാധികാരി, ആ വീടിന്റെ റാണി, ആ വീടിന്റെ രാജ്ഞി ഉമ്മയാണ്. ഉമ്മയും ഉപ്പയും ഇല്ലെങ്കിൽ ആരാണോ ആ വീടിന്റെ മുതിർന്ന ആളുകൾ, അവരാണ് വീട് ഭരിക്കേണ്ടത്. ഓരോ ആളുകൾക്കും അല്ലാഹു തആല ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നിർവഹിക്കാതെ മരിച്ചുപോയാൽ യമൂതു യൗമ യമൂത്, അല്ലാഹു തആല ഉത്തരവാദിത്തങ്ങൾ നൽകി. പള്ളിയുടെ ഉത്തരവാദിത്തം, ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളിൽ ഓരോ മഹല്ലിന്റെ പ്രതിനിധികളുണ്ടാകും, സെക്രട്ടറിമാരുണ്ടാകും, പ്രസിഡന്റുമാരുണ്ടാകും, ഖജാൻജിമാരുണ്ടാകും. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ, സംഘടനയുടെ, ഓരോ മേഖലകളുടെ, ഓരോ സ്ഥാപനങ്ങളുടെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ആളുകളാണ് ഈ സദസ്സിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. യമൂതു യൗമ യമൂത്, അങ്ങനെ മരിക്കുന്ന സമയത്ത്, നമ്മൾ മരിച്ചു പോകുമ്പോൾ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ, ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ, ഒരു പള്ളിയുടെ ഖത്തീബ്, ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ, ഒരു സ്ഥാപനത്തിന്റെ ഉത്തമരായ കമ്മിറ്റി ഭാരവാഹികൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അത് ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ, ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മക്കളുണ്ടായി, അല്ലാഹു നമ്മൾക്ക് മക്കളെ നൽകി. 17 വർഷമായി ഉസ്താദേ എനിക്ക് മക്കളില്ല, എവിടെ പോയാലും ദുആ ചെയ്യണമെന്ന് ഈ പരിശുദ്ധമായ മണ്ണിൽ എന്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു. അല്ലാഹുവേ മക്കളെ നൽകണേ അല്ലാ, മക്കളെ നൽകണേ അല്ലാ, മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ല റബ്ബേ. 35കാരൻ 35 വർഷമായി 40 വർഷമായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ ഈ മഹാനുഭാവന്റെ, മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ദുആയിനെ തട്ടിക്കളയല്ല റബ്ബേ, മക്കളില്ലാതെ ഒരാളെയും നീ പരീക്ഷിക്കല്ല റബ്ബേ, സാലിഹീങ്ങളായ ഒരുപാട് മക്കളെ നൽകണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ 100ാമത്തെ വയസ്സിൽ മക്കളെ നൽകിയവനാണ് അല്ലാഹു. 100ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളെ ലഭിച്ചത്. മറിയം ബീവിക്ക് മക്കളെ നൽകി. ഉപ്പയില്ലാതെ, ഭർത്താവില്ലാതെ, ഒരു ഭർത്താവില്ലാതെ മക്കളെ നൽകാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണ്. എന്നിട്ട് മഹദിയായ മറിയം ബീവിക്ക് മക്കളുണ്ടായി. ഉപ്പയും ഉമ്മയും ഇല്ലാതെ ഒരാളുണ്ടായി, അതാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം. ഉപ്പയില്ല, ഉമ്മയില്ല, മനുഷ്യനുണ്ടായി. ഇനി ഉപ്പയുണ്ട്, ഉമ്മയില്ല, ഉപ്പയുണ്ട്, ഉമ്മയില്ല, അതാണ് മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ. ഉമ്മയുണ്ട്, ഉപ്പയില്ല, അതാണ് ഈസാ നബി അലൈഹിസ്സലാം. ഉപ്പയുമുണ്ട്, ഉമ്മയുമുണ്ട്. 100ാമത്തെ വയസ്സിലാണ് മക്കൾ ലഭിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനെ, അല്ലാഹുവേ ആ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എല്ലാ ആളുകൾക്കും സാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ തള്ളിക്കളയല്ല റബ്ബേ. എത്രയോ മുഅ്മിനീങ്ങൾ ഇരിക്കുന്ന സദസ്സാണിത്, എത്രയോ ഔലിയാക്കളിന്റെ വിഷമം കൊള്ളുന്ന സദസ്സാണിത്. അല്ലാഹുവേ തള്ളിക്കളയല്ല റബ്ബേ, നിരാശരാക്കല്ല റബ്ബേ. അവരുടെ കരയുന്ന കണ്ണുനീർ തുള്ളികൾ കാണുന്നുണ്ട് റബ്ബേ. മക്കളെ നൽകണേ അല്ലാ, മക്കളില്ലാതെ നീ ഒരാളെയും നിരാശരാക്കല്ല റബ്ബേ. പറഞ്ഞു വന്നത്, അല്ലാഹു നമ്മൾക്ക് മക്കളെ നൽകിയാൽ ആ മക്കളെ സ്വാലിഹാക്കുക എന്നത് ഉപ്പയുടെയും ഉമ്മയുടെയും ദൗത്യമാണ്. മക്കളെ സ്വാലിഹീങ്ങളാക്കാതെ, മക്കൾക്ക് അദബ് പഠിപ്പിക്കാതെ, മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കാതെ ഉപ്പയോ ഉമ്മയോ മരിച്ചുപോയാൽ ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകം കണ്ട പ്രഗൽഭനാണ്. ലോകം കണ്ട പ്രഗൽഭനായ കരയുന്ന രാജാവ്, കരയുന്ന ഭരണാധികാരി, ഭരണമേറ്റെടുത്തത് മുതൽ, ഉത്തരവാദിത്തം ഏറ്റെടുത്തത് മുതൽ കരയാൻ തുടങ്ങി. 2.5 വർഷം കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയി. കരഞ്ഞ് 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 ശരീരമാകെ സൃഷ്ടിച്ച് 2.5 വർഷം കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് ശിഷ്യത്വം നൽകാൻ, അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ വേണ്ടി, ശിക്ഷണം നൽകാൻ വേണ്ടി ഒരു ഉസ്താദിനെ അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ അസീസ് ഏൽപ്പിക്കുകയും ഉസ്താദ് ചുട്ടയോടെ വളർത്തുമ്പോഴാണ് ഒരു ദിവസം നിസ്കരിക്കാൻ പള്ളിയിലേക്ക് ജമാഅത്തിനെത്താതെ അല്പം വൈകിപ്പോയത്. മസ്ബൂഖായി പോയി. മസ്ബൂഖ് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ കൂടെ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവൻ. ഒരുപക്ഷെ ഇമാം ഒന്നാമത്തെ റുക്കൂഇൽ പോയി, ഒന്നാമത്തെ റക്അത്തിൽ റുക്കൂഇൽ പോയി ഇഅ്തിദാലിൽ ഉള്ള സമയം, അല്ലെങ്കിൽ രണ്ടാമത്തെ റക്അത്തിലെത്തി മസ്ബൂഖായി. ഉസ്താദ് ചോദിച്ചു, എന്തേ ഇന്ന് മസ്ബൂഖാവാനുള്ള കാരണം? ജമാഅത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് എത്താതിരിക്കാനുള്ള കാരണം എന്ത് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ചെറിയ കുട്ടിയാണ് ആ സമയത്ത്, അദ്ദേഹം ഉസ്താദിനോട് മറുപടി പറഞ്ഞു, ഉസ്താദേ, എന്റെ തലവാരുകയായിരുന്നു ഞാൻ, തലചീകുകയായിരുന്നു ഞാൻ. തലചീകി അതൊന്ന് സെറ്റ് ചെയ്യുമ്പോ വലിയ രാജകുടുംബത്തിൽ പിറന്ന മഹാനാണ് അദ്ദേഹം, വലിയ രാജകീയമായ പ്രൗഢിയോടെ വളർന്ന മഹാനാണ് അദ്ദേഹം. എന്റെ തല ഒന്ന് ചീകി തലമുടി വൃത്തിയാക്കിയത് കാരണത്താലാണ് എനിക്ക് ജമാഅത്ത് മസ്ബൂഖായി പോയത് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉസ്താദ് ഉപ്പയ്ക്ക് കത്തെഴുതുന്നത്. ഉപ്പ ഈജിപ്തിലെ ഗവർണറാണ്. ഉപ്പയ്ക്ക് കത്തെഴുതി, തല ചീകിയത് കാരണം നിങ്ങളുടെ മകന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു, മസ്ബൂഖായി പോയി. ഇത് കേൾക്കേണ്ട താമസം ഉപ്പ തിരിച്ചൊരു കത്തെഴുതുകയാണ്. തലവാർന്നത് കാരണം, തല ചീകിയത് കാരണം എന്റെ മകന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു മസ്ബൂഖായാൽ എന്റെ മകന് ആ ഒരു മുടി ആവശ്യമില്ല. മുടി മുണ്ടനം ചെയ്തേക്ക്, മൊട്ടയടിച്ചേക്ക്, മുടി വടിച്ചു കളഞ്ഞേക്ക്. ഇതാണ് ശിക്ഷണം എന്ന് പറയുന്നത്. ഇതാണ് മക്കളെ ദീനിയായ ചിട്ടയോടെ വളർത്തുന്നത്. ഇങ്ങനെയാണ് വളർത്തൽ. മസ്ബൂഖായതിന്റെ പേരിൽ ഇനി തല വാരരുത്, തലമുടി മുഴുവനും മുണ്ടനം ചെയ്യണം, മൊട്ടയടിക്കണമെന്ന് പറഞ്ഞു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. ഈ ഒരു ഉത്തരവാദിത്വം ഓരോ ഉപ്പമാർക്കും ഓരോ ഉമ്മമാർക്കും ഉണ്ട്. മക്കൾ സാലിഹാക്കൽ നമ്മുടെ ബാധ്യതയാണ്.